السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي نزل الفرقان على عبده ليكون للعالمين نذيرا لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മഹത്തായ ആദർശ സമ്മേളനത്തെ ആധുനിക സംവിധാനങ്ങളിലൂടെയും ഇതിൻ്റെ അടുത്തും പരിസരത്തുമൊക്കെയായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും തൃപ്തിയും മറ്റെന്തിനേക്കാളും ആഗ്രഹിക്കുന്നവരായി, ആശിക്കുന്നവരായി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മുന്നോട്ട് പോകേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളുമായി അതിലെ പങ്കാളികളും സംഘാടകരുമായി നാം എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അള്ളാഹു ഒരുക്കിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹ ലോകം സ്വർഗം എന്നത് നേടിയെടുക്കുക, കരസ്ഥമാക്കുക എന്നതാണ് ഇവിടെ ഒരുമിച്ചിട്ടുള്ള ഇതിനെ ശ്രദ്ധിക്കുന്ന ഏതൊരാളും കൊതിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനും ആ ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകളിൽ ഒരാളായി, ഒരംഗമായി, ഒരു കണ്ണിയായി മാറാനും വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെയുടെ ലോകത്ത് ഒരാൾക്ക് വിജയം കൈവരിക്കാനുള്ള ഏറ്റവും പ്രധാന മാനദണ്ഡം അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഇസ്ലാമിൽ ഉറച്ച് വിശ്വസിക്കുന്ന, അതിൻ്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുന്ന, അതിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന
ഒരാളായി, ഒരു കുടുംബമായി, ഒരു സമൂഹമായി മാറുക എന്നതാണ്. ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളിൽ എവിടെയും മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന, ഞെരുക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ഇല്ല എന്നത് നാളിതുവരെയുള്ള ചരിത്രം തെളിയിച്ച കാര്യമാണ്. ഇസ്ലാമിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ആരെയും ബുദ്ധിമുട്ടിക്കാത്ത, ആർക്കും പ്രയാസമുണ്ടാക്കാത്ത, ഞെരുക്കവും കുടുസതയും നൽകാത്ത, എവിടെയും എപ്പോഴും ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല നിലയിലുള്ള ഉചിതമായ കാര്യങ്ങളാണ് എന്നത് അതിൻ്റെ പ്രമാണങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ എവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്? ഇസ്ലാമിനെ വായിക്കേണ്ട വിധം വായിക്കാനും, അറിയേണ്ട രൂപത്തിൽ അറിയാനും, പകർത്തേണ്ട രൂപത്തിൽ പകർത്താനും, പഠിപ്പിക്കേണ്ട രൂപത്തിൽ പഠിപ്പിക്കാനും അതേൽപ്പിക്കപ്പെട്ടവർ, അതിൻ്റെ വക്താക്കൾ തയ്യാറാകുന്നില്ല, മുതിരുന്നില്ല എന്നിടത്താണ് ഏറ്റവും വലിയ അപകടം നിലനിൽക്കുന്നത്. ഇവിടെ ഒരുമിച്ചിട്ടുള്ള ഈ സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമുള്ള കാര്യമാണ്, ഏതൊരാളും മനസ്സിലാക്കിയ വിഷയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ഭരണഘടന എന്നുള്ളത്. ആ ഭരണഘടനയിലെ ഓരോ നമ്പറുകൾക്ക് നേരെയുമുള്ള നിയമങ്ങൾ മനുഷ്യ സമൂഹത്തിലുണ്ടാകുന്ന ജീർണതകൾക്കും, അധർമ്മങ്ങൾക്കും, അനീതികൾക്കും, ആഭാസങ്ങൾക്കും, വൃത്തികേടുകൾക്കും, അക്രമങ്ങൾക്കും നേരെയുള്ളതാണ്. ആ നിയമങ്ങളെ ശ്രദ്ധിക്കാതിരുന്നാൽ ആ നിയമങ്ങളാകുന്ന ഭരണഘടന എന്ന ഗ്രന്ഥം പ്രതിക്കൂട്ടിൽ കയറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. ഭരണഘടന പ്രതിക്കൂട്ടിലും അത് വായിച്ച് പഠിച്ച് പറഞ്ഞു കൊടുക്കേണ്ടവർ, അതിലുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ, നിയമങ്ങൾ പറയുന്ന, നിയമങ്ങൾ പുറപ്പെടുവിക്കുന്ന, നിയമങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു രാജ്യത്തിൻ്റെ ജീവിതം, അതിൻ്റെ മുന്നോട്ടുള്ള ചലനം താറുമാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഓരോ നാട്ടിലുള്ള, ഓരോ പ്രദേശത്തുള്ള ആളുകളെ പല കാരണങ്ങളാലും ബാധിക്കുന്ന ചെറുതും വലുതുമായ രോഗങ്ങൾ, ആ രോഗങ്ങൾക്ക് കൃത്യമായ മരുന്ന് കുറിച്ചു കൊടുക്കേണ്ട ഡോക്ടർമാർ, വൈദ്യന്മാർ, അവർ പ്രതിക്കൂട്ടിലാവുകയും അവർ എന്തൊക്കെയോ വലിയ രോഗം ബാധിച്ചവരായി മാറ്റപ്പെടുകയും അവർ മരുന്ന് കുറിച്ചു കൊടുക്കേണ്ടതിന് പകരം പാമര ജനങ്ങൾ, സാധാരണക്കാർ ഓരോ മരുന്നുകൾ കുറിച്ചു കൊടുക്കാൻ തയ്യാറായാൽ എന്താണ് സംഭവിക്കുക എന്നത് നമുക്കെല്ലാവർക്കും ആലോചിക്കാവുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, സമൂഹത്തിൽ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ രോഗങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു, ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ടവർ, കൃത്യമായ നിർദ്ദേശം മുന്നിലേക്ക് വെച്ചു കൊടുക്കേണ്ടവർ, ആഴത്തിൽ അറിവുള്ള, പ്രമാണങ്ങളിൽ പാണ്ഡിത്യമുള്ള, മതപരമായ കാര്യങ്ങളുടെ ശരിയും തെറ്റും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരാണ് അതിനുവേണ്ടി മുന്നോട്ട് വരേണ്ടത്. ആ പണ്ഡിതന്മാർ പല അസുഖങ്ങളും ബാധിച്ചവരായി മാറ്റപ്പെടുകയും പാമര ജനങ്ങൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെക്കാൾ മുമ്പിൽ കയറി സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ ഒരു സംശയവും വേണ്ട, ജീവിതം തകർന്നു പോകും, ജീവിതം നാശത്തിലേക്ക് നയിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ നൂറ്റാണ്ടുകളായി കൈകാര്യം ചെയ്തു വന്ന മഹത്തായ ഒരു പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട്. നാം ജീവിക്കുന്ന കേരളത്തിൽ 1 നൂറ്റാണ്ടു കാലമായി വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണവും വിവരണവുമായിട്ടുള്ള ഹദീസുകൾ മുന്നിൽ വെച്ചുകൊണ്ട്
കൃത്യമായി അടിസ്ഥാന വിഷയങ്ങളിൽ, അനുബന്ധ വിഷയങ്ങളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കാൻ മഹാരഥന്മാരായ സ്വാത്വികരായ പണ്ഡിതന്മാർ 1 നൂറ്റാണ്ടിലേറെ പണിയെടുത്തിട്ടുണ്ട്. അവരുടെ അധ്വാനങ്ങൾ വെറുതെയല്ല, അവർ ഒഴുക്കിയ വിയർപ്പ് വെറുതെയല്ല, അവർ നേരിട്ട പ്രയാസങ്ങൾ വെറുതെയല്ല, അവർ സഹിക്കേണ്ടി വന്നത്, അവർ ത്യജിക്കേണ്ടി വന്നത്, അവർ അനുഭവിക്കേണ്ടി വന്നത്, സഹോദരങ്ങളെ, അതൊന്നും വെറുതെയല്ല. എന്തുകൊണ്ട് വെറുതെയല്ല? അള്ളാഹു അതവരെ ഏൽപ്പിച്ചതാണ് എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ കുടുംബം തടസ്സമായിട്ടില്ല, രാഷ്ട്രീയം തടസ്സമായിട്ടില്ല, ജോലി തടസ്സമായിട്ടില്ല, സമൂഹം തടസ്സമായിട്ടില്ല, ഭൗതിക പഠനങ്ങൾ തടസ്സമായിട്ടില്ല, സ്ഥാനമാനങ്ങൾ തടസ്സമായിട്ടില്ല, ഒന്നും തന്നെ അവർക്കൊരു പ്രശ്നമായിട്ടില്ല. എല്ലാം കൃത്യമായി അള്ളാഹുവിൽ തവക്കുലാക്കി അവർ നിർവഹിച്ചു പോന്ന ആ ജ്വലിക്കുന്ന വെളിച്ചമണയാതെ നമ്മുടെ മുമ്പിലുണ്ട്. ആ വെളിച്ചത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുക, അതിനെ ജ്വലിപ്പിക്കുക, അതിനെ സമൂഹത്തിലേക്ക് പരത്തുക എന്ന മഹത്തായ ഉത്തരവാദിത്തമാണ് നാം ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും പ്രതിക്കൂട്ടിലല്ല, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പ്രതിക്കൂട്ടിലല്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും മൗലവി എന്നും അതുപോലെ മാസ്റ്റർ എന്നുമൊക്കെ പേര് വെച്ച് ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ, ഇസ്ലാമിനോട് കൂറില്ലാതെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് യാതൊരുവിധ ബഹുമാനവും ആദരവുമില്ലാതെ തനിക്ക് തോന്നിയതെല്ലാം മതമാക്കി വിളിച്ചു പറയുന്ന CH മുസ്തഫയെ പോലെയുള്ള, AP അഹമ്മദിനെ പോലെയുള്ള ആളുകൾ അവർ സമൂഹത്തോട് ലളിതമായി, സരളമായി, പതുങ്ങിയ സ്വരത്തിൽ പറയുമ്പോൾ അത് കേൾക്കുന്നവർ വിചാരിക്കുന്നു ഇതൊക്കെ ദീനാണ്, ഇതൊക്കെ ഇസ്ലാമാണ്, ഇതൊക്കെ ഖുർആനാണ്, ഇതെല്ലാം അള്ളാഹു പറഞ്ഞതാണ്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണ്. ആ വാക്കുകളിലൂടെ അവർ നേടുന്നത്, അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിനെ നിഷേധിക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരാകരിക്കലാണ്, വിശുദ്ധ ഖുർആനിനെ അവഗണിക്കലാണ്, നബിചര്യയെ അവമതിക്കലാണ്, സ്വഹാബത്തിനെ ചീത്ത പറയലാണ്, ഇസ്ലാമിൻ്റെ സുന്ദരമായ തിളക്കമുള്ള പാരമ്പര്യത്തെ തകർക്കലാണ്. അതിനു പകരം ശുദ്ധമായ ഷിയായിസം, ശുദ്ധമായ സൂഫിസം, ശുദ്ധമായ ബറേൽവിസം, ശുദ്ധമായിട്ടുള്ള എല്ലാ തോന്നിവാസങ്ങളും അത് സമൂഹത്തിലേക്ക് ഇറക്കുക എന്നതാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത്. വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇളിച്ചു വരുമ്പോൾ സഹോദരങ്ങളെ, അതിനോട് കൃത്യമായ ഗൗരവകരമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് അത്തരം വാദഗതികളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അത് സാധിക്കാതെ ഇതൊന്നും തിരക്കടില്ലല്ലോ, ഇത് കുഴപ്പമില്ലല്ലോ, നല്ല വർത്താനാണല്ലോ എന്ന് കരുതി അവർക്കൊരു ലൈക്ക് അടിക്കാൻ, അതിനൊരു കമന്റ് കൊടുക്കാൻ, അത് ഷെയർ ചെയ്യാൻ നാം മുതിർന്നാൽ നമ്മൾ ഇടപെട്ടതുകൊണ്ട് അത് എവിടെയെല്ലാം എത്തുന്നുണ്ടോ അതിൻ്റെ പാപഭാരം ചുമന്ന് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഈ പേടി നമുക്കുണ്ടാകണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നേരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ വിശ്വാസം കൊണ്ട്, ആദർശം കൊണ്ട്, പ്രമാണങ്ങൾ കൊണ്ട് വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ആദർശം ഏറ്റവും പ്രധാനപ്പെട്ടതും മഹത്വമേറിയതുമാണ്. വളരെ പ്രാധാന്യമുള്ള ഒന്നാമത്തെ കാര്യമായി ഈ സദസ്സിനോട്, ഈ സംസാരത്തെ ശ്രദ്ധിക്കുന്നവരോട് അടിവരയിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യമാണത്. ഇസ്ലാമിൻ്റെ ആദർശം പവിത്രമാണ്, അത് പൊന്നിനേക്കാൾ വിലയുള്ളതാണ്, അതുപോലെ തന്നെ അത് മഹത്വരമാണ്, തിളക്കമുള്ളതാണ്. ഇതറിയണമെങ്കിൽ, അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സറിഞ്ഞ് സ്വീകരിക്കണം, മനസ്സുകൊണ്ട് സ്നേഹിക്കണം. മറ്റെന്തിനേക്കാളും അതിലേക്ക് അടുക്കാനുള്ള സന്നദ്ധത വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്താ സഹോദരങ്ങളെ ആ വിളിയുടെ പ്രത്യേകത? അള്ളാഹുവിൻ്റെ വിളിക്ക് കാതോർക്കുന്നവർ, അള്ളാഹുവിൻ്റെ വിളിയിലേക്ക് കണ്ണ് തുറക്കുന്നവർ, അള്ളാഹുവിൻ്റെ വിളിയിലേക്ക് മനസ്സ് കൊടുക്കുന്നവർ, അള്ളാഹുവിൻ്റെ വിളിയിലേക്ക് ജീവിതത്തെ തിരിച്ചവർ, അവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, വിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൻ്റെ അകത്തേക്ക്,
ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് പരിപൂർണമായി പ്രവേശിക്കണം. അതിന്റെ ഒരു സ്റ്റെപ്പ് കയറി, അതിന്റെ പകുതി കയറി, അതിന്റെ വാതിൽ തുറന്ന് തലയിട്ട് നോക്കി ഇറങ്ങിപ്പോരുകയല്ല. ആത്മാർത്ഥമായി ഇസ്ലാമിന്റെ അകത്തേക്കൊന്നു കടക്കണം. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് പഠിക്കണം. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കണം. ആ കാര്യങ്ങൾ സത്യസന്ധമായി കിട്ടുമ്പോൾ അതിന് കീഴ്പ്പെടാൻ സന്നദ്ധരാകണം. ശേഷം അല്ലാഹു പറഞ്ഞു, ആ പ്രവേശനത്തിന് തടസ്സമാകുന്ന ഏറ്റവും വലിയ ശപിക്കപ്പെട്ട ശത്രുവിനെ കുറിച്ച് അല്ലാഹു നമുക്കൊരു മുന്നറിയിപ്പ് തന്നു. എന്താണ് ആ മുന്നറിയിപ്പ്? വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ. പിശാചിന്റെ കാൽപാദങ്ങളെ, അവന്റെ കാലടികളെ, അവന്റെ അടയാളങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ വ്യക്തമായ ശത്രുവാണ്, തെളിഞ്ഞ ശത്രുവാണ്. ആ ശത്രുവിനെ ശത്രുവായി കണ്ടാൽ പൈശാചികതയാൽ സംസാരിക്കുന്ന പണ്ഡിത വേഷധാരികൾ, പൈശാചികതയാൽ പലതും എഴുതി കൂട്ടുന്ന വലിയ എഴുത്തുകാർ, പൈശാചികതയുടെ വേഷം ധരിച്ച് ഇസ്ലാം അവകാശപ്പെടുന്നവർ, വിശുദ്ധ ഖുർആൻ അവകാശപ്പെടുന്നവർ, സ്വഹാബത്തിന്റെയും പണ്ഡിതന്മാരുടെയും പേര് മാത്രം വിളിച്ചു പറയുന്നവർ, അവരെ ഗൗരവത്തിൽ കാണാൻ, അവരെ പേടിക്കാൻ, അവർക്ക് മുമ്പിൽ പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെയെങ്കിൽ അതൊക്കെ പൈശാചികതയാണ്, അതെല്ലാം വേണ്ടാത്തതാണ്. ശേഷം ഖുർആൻ പറഞ്ഞു, ഫൈൻ സലൽതും മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത്. നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, അതിന്റെ വെളിച്ചം നിങ്ങളുടെ മുമ്പിൽ ലഭ്യമായിരിക്കെ, നിങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കപ്പെട്ടിരിക്കെ, നിങ്ങളെങ്ങാനും തെറ്റിപ്പോയാൽ ഖുർആൻ എനിക്ക് വേണ്ട, ഹദീസുകൾ ആവശ്യമില്ല, പണ്ഡിതന്മാർ പലതും പറഞ്ഞോട്ടെ, അതെനിക്ക് പ്രശ്നമല്ല. എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും എൻ്റെ ഇഷ്ടവും എൻ്റെ സാഹചര്യവും എൻ്റെ സന്ദർഭങ്ങളും എൻ്റെ നേതൃത്വവും എന്നെ നയിക്കുന്നവരും എന്ത് പറഞ്ഞോ അത് മതി. ആ നിലപാടിലേക്ക് എത്തിയാൽ അള്ളാഹു ഒരു മുന്നറിയിപ്പ് തന്നു. ഫഅലമു, അറിയുക, അന്നല്ലാഹു അസീസുൻ ഹകീം. അള്ളാഹു പ്രതാപിയാണ്. ഏത് കാര്യത്തിൽ? ശിക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ അള്ളാഹ്ക്കൊരു മടിയില്ല, ആരെയും പേടിയില്ല. മുഖം നോക്കാതെ, സ്ഥാനമാനങ്ങൾ നോക്കാതെ ശിക്ഷ കൃത്യമായി നീതിപൂർവം കൊടുക്കുന്നവനാണ് അല്ലാഹ്, അസീസ്. അതുപോലെ ഹക്കീമാണ്. എന്താ ഹക്കീം എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ വിധിയിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ കൃത്യമായ ഒരു അറിവ് അള്ളാഹ്ക്കുണ്ട്. അതാരും അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പേടി വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ സദാ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ ആയത്തുകൾ ഓതിയിട്ട് നിങ്ങൾ അങ്ങനെയാകണം, നിങ്ങൾ ഇങ്ങനെയാകണം എന്ന് പറഞ്ഞു പോവുകയല്ല. മറിച്ച് ആ പറഞ്ഞ കാര്യത്തിൻ്റെ കാമ്പ് ഉൾക്കൊണ്ട് അതിൻ്റെ മർമ്മം മനസ്സിലാക്കി അവിടുത്തെ പ്രാർത്ഥനകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അത് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു എന്നത് വല്ലാത്ത ഒരു മാതൃകയാണ്. ആ നിലക്കൊരു നേതാവ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് സമാനമായ, അവിടുത്തെ ജീവിതത്തിന് തുല്യമായ, അവിടുത്തെ മാതൃകാപൂർണമായ ജീവിതത്തെ മറികടക്കുന്ന ഒരു മനുഷ്യ ജീവിതം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മ മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും വായിച്ചറിഞ്ഞ, കണ്ടറിഞ്ഞ നമ്മുടെ ഉമ്മമാർ, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഉമ്മമാർ, അവര് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും ഒപ്പിയെടുത്ത് പറഞ്ഞിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ഖറജ നബിയ്യുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ബൈതി ഖത്തുൻ. എൻ്റെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു പോയിട്ടില്ല. അങ്ങനെ ഒരു പോക്ക് ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ റഫഅ തർഫഹു ഇലസ്സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കണ്ണുകൾ ആകാശ ലോകത്തേക്ക് ഉയർത്തുകയാണ്, ഉപരിലോകത്തേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. ആരാ ഇത് പ്രാർത്ഥിക്കുന്നത്? ആരാ ഇത് പ്രാർത്ഥിക്കുന്നത്? ലോകത്തിന്റെ അധ്യാപകൻ, ലോകത്തിന്റെ വഴികാട്ടി, ഏറ്റവും നല്ല മാതൃകാപൂർണമായ ജീവിതം നയിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്തമരെന്ന്, ഉത്കൃഷ്ടരെന്ന് അള്ളാഹു അംഗീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എത്ര നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥന കടന്നു വന്നു എന്ന് പണ്ഡിതന്മാരും പ്രവർത്തകരും സാധാരണക്കാരും എല്ലാവരും ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുവേ,
ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. അൻ അളില്ല ഔ ഉളല്ല, ഞാൻ പിഴച്ചു പോവുക, ഞാൻ കാരണം ഒരാൾ പിഴക്കുക എന്നത് ഞാൻ പേടിയോടെ കാണുന്നു. ഔ അസില്ല ഔ ഉസല്ല, ഞാൻ തെറ്റിപ്പോവുക, ഞാൻ കാരണം ഒരാൾ തെറ്റിപ്പോവുക. ഔ അളുലമ ഔ ഉളുലിമ, ഞാൻ അക്രമിയാവുക, ഞാൻ കാരണം ഒരാൾ ആക്രമിക്കപ്പെടുക. ഞാൻ അറിവില്ലാത്തവനാവുക, ഞാൻ കാരണം ഒരാൾ അറിവില്ലായ്മയിൽ അകപ്പെടുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ പേടിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ, അത് ചോദിച്ചു പഠിക്കുന്ന പഠിതാക്കൾ, അത് കേട്ട് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന പ്രബോധകർ ഈ പ്രാർത്ഥനയെ മനസ്സിൽ നിലനിർത്തണം, നിറച്ചു വെക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു മറുപടി, നമ്മുടെ ഒരു പ്രവർത്തനം, നമ്മുടെ ജീവിതത്തിലെ ഒരു നിമിഷം അത് തെറ്റുകയും മറ്റുള്ളവർ പകർത്തുകയും ചെയ്താൽ അതിൻ്റെ അപകടം നമുക്കാണ്, അതിൻ്റെ ഗൗരവം നമുക്കാണ്. ഇത് വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശം നമുക്ക് നൽകുന്ന വല്ലാത്ത ഒരു സംരക്ഷണമാണ്. ഇത്രയധികം മതിൽ കെട്ട് തീർത്തുകൊണ്ടാണ്, വേലിക്കെട്ട് വെച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ആദർശം നമ്മുടെ മുമ്പിലുള്ളത്. രണ്ടാമത്തേത്, മനസ്സിനെ ചെറുതും വലുതുമായ നിരവധി രോഗങ്ങൾ ബാധിക്കും. ആദർശത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മുടെ മനസ്സിനെ ചെറുതും വലുതുമായ പല രോഗങ്ങളും ബാധിക്കും. മനസ്സ് നമ്മൾ ആരും കണ്ടിട്ടില്ല, മനസ്സ് കണ്ടവരാരുമില്ല. മനസ്സിന്റെ ചലനം പ്രധാനമാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നിശ്ചലമായാൽ ജീവിതം തീർന്നു. ആ മനസ്സിന്റെ വിശുദ്ധിയാണ് പ്രധാനം. ശരീരത്തെക്കാൾ, വസ്ത്രത്തെക്കാൾ, മറ്റു കാര്യങ്ങളെക്കാളൊക്കെ ഏറ്റവും പ്രധാനം മനസ്സിന്റെ വൃത്തിയാണ്. മനസ്സിനെ ബാധിക്കുന്ന രോഗം ശരീരത്തെ ബാധിക്കുന്ന രോഗം പോലെയല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ലളിതമായി ആർക്കും മനസ്സിലാകും വിധം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് രോഗം ബാധിച്ചു, ആ രോഗം മൂർച്ഛിച്ചു, ചികിത്സിക്കാൻ പ്രാപ്തരായ പറ്റുന്നതായ ഡോക്ടർമാരെ കിട്ടിയില്ല. എന്തേ സംഭവിക്കുള്ളൂ? ആ രോഗം മൂലം അയാൾ മരിക്കും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷേ മനസ്സെന്ന അവയവത്തെ ബാധിക്കുന്ന രോഗം, ആ രോഗത്തെ ചികിത്സിക്കാൻ പ്രാപ്തമായ മരുന്ന് കൊടുക്കാതിരുന്നാൽ അത് വലുതായി, അത് വീർത്ത് വീങ്ങി വലുതായി അവസാനം മനസ്സ് മരിക്കുകയും അതുവഴി പരലോക ജീവിതം മരവിച്ചു പോവുകയും നാശമാവുകയും ചെയ്യുമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മനസ്സ് പ്രധാനമാണ്, അതിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഗൗരവകരമാണ്. ആവശ്യമായ മരുന്ന് സമയബന്ധിതമായി കൊടുത്തില്ല എങ്കിൽ നമ്മൾ അറിയാതെ അത് വീർത്ത് പൊട്ടിയൊലിക്കും, ദുർഗന്ധം വമിക്കും. സഹോദരങ്ങളെ, മലിനമായ മനസ്സോടുകൂടി മലക്കുൽ മൗത്തിന് കീഴ്പ്പെട്ട് മരണമെന്ന യാത്രയിൽ പോകേണ്ടി വരും. ആ പേടി നമുക്ക് വേണം. വിശുദ്ധ ഇസ്ലാം എത്ര ഗൗരവത്തിൽ പഠിപ്പിച്ചു. മനസ്സിനെ ബാധിക്കുന്ന പ്രധാന രണ്ട് രോഗങ്ങൾ, ഒന്ന് അശുബഹാത്ത്. ശുബഹാത്ത് എന്നാണ്. ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ അവ്യക്തമായി നമ്മൾ ഇടപെടണ്ട, നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ആ നിലക്കുള്ള കുറെ കാര്യങ്ങൾക്കാണ് ശുബഹാത്ത് എന്ന് പറയുക. ആ ശുബഹാത്ത് ലോകത്തുണ്ടായാൽ, അത് ലോകത്ത് ഉടലെടുത്താൽ, അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആഴത്തിൽ അറിവുള്ള, അടിയുറച്ച അറിവുള്ള പണ്ഡിതന്മാർക്കാണ്. അതിലെല്ലാവരും കയറി ഇടപെടാൻ പറ്റൂല. ഒരു അങ്ങാടിയിൽ പ്രശ്നം ഉണ്ടാകുന്ന പോലെയല്ല. അവിടെ വേണമെങ്കിൽ അവിടെ പരിസരത്തുള്ള ആൾക്കും കയറി ഇടപെടാം, എന്താ അഭിപ്രായവും പറയാം. എല്ലാ അഭിപ്രായവും സ്വീകരിക്കപ്പെടൂല. പക്ഷേ ദീനിയായ കാര്യത്തിൽ പ്രശ്നമുണ്ടായാൽ അവിടെ ആദ്യം ഇടപെടേണ്ടവർ പണ്ഡിതന്മാരാണ്. അവർക്ക് വേണമെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാം. പക്ഷേ അവരോളം അറിവില്ലാത്തവർ അതിൽ കയറി ഇടപെട്ടാൽ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. എന്താണ് ശുബഹാത്ത്? ശുബഹാത്തിൽ ഏറ്റവും ആദ്യം കുഫറാണ്, തനിച്ച നിഷേധം. എന്ത് കേട്ടാലും നിഷേധിക്കുക, ഒന്നും സ്വീകരിക്കാൻ സൗകര്യമില്ല, തോന്നിയതുപോലെ ജീവിക്കും, നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളൂ. ഈ മനോഭാവത്തിലേക്ക് മുസ്ലിം പേര് വെച്ചുകൊണ്ട്, ഇസ്ലാം അവകാശപ്പെട്ടുകൊണ്ട് ആരെങ്കിലും കടന്നു വന്നാൽ സഹോദരങ്ങളെ, ശുബഹാത്തിന്റെ തെളിവാണ്, ശുബഹാത്തിൽ പെട്ടു. അതാ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് നിഫാഖ്, കാണാത്ത രോഗമാണ്. കാപഢ്യമുണ്ട് എന്ന് അതുള്ളവൻ അറിയില്ല. കാപഢ്യ സ്വഭാവത്തോടുകൂടി അവൻ പല്ലിളിച്ച് കാണിക്കും. അവൻ പുറത്തൊക്കെ നല്ല ഗാംഭീര്യമുള്ള, വിനയമുള്ള ആളായിരിക്കും. പക്ഷേ അവൻ്റെ ഉള്ള് വളരെ അപകടമായിരിക്കും. ആ കാപഢ്യത്തെ പേടിക്കണം.
മൂന്നാമത്തേത് ബിദ്അത്ത്. ഇസ്ലാമിൽ പരിചയമില്ലാത്ത, ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്ത ഓരോ പുത്തനാചാരങ്ങൾ പല നിലക്കും കൊണ്ടുവരപ്പെടുക, പഠിപ്പിക്കപ്പെടുക, പ്രചരിപ്പിക്കപ്പെടുക, അതിലേക്ക് ആളുകളെ വിളിക്കുക, ആ ബിദ്അത്ത് ശുബഹാത്തിൽ പെട്ടതാണ്. അതുപോലെ റൈബ്, സംശയമുണ്ടാക്കുക. എന്ത് കേട്ടാലും അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, എന്താ അങ്ങനെ ആയിക്കൂടാ, എന്താ ഇങ്ങനെ ആയിക്കൂടാ, ഈ നിലക്ക് സംശയം ജനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. അടുത്തത് ഷക്ക്, സംശയം ജനിപ്പിക്കുന്നില്ല, കേട്ടാൽ തന്നെ സംശയം, അങ്ങനെ ഉണ്ടോ എന്ന് സംശയം, അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ എന്ന് സംശയം. ആ നിലക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇത്തരം ശുബഹാത്തുകളെ പേടിക്കണം, ഗൗരവത്തിൽ കാണണം. അത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തേതോ ഷഹവാത്തുകൾ. ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ ഇക്കിളിപ്പെടുത്തുന്ന, സുഖിപ്പിക്കുന്ന, വൈകാരികത ഇളക്കിവിടുന്ന, നമുക്ക് വല്ലാത്ത കൊതിയുണ്ടാക്കുന്ന, ഇഷ്ടമുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നല്ലത് എന്ന നിലക്ക് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുക. അതിന് പല കാരണങ്ങളും പറയും. സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാകും. ഞാനുണ്ട്, ഞങ്ങളുണ്ട്, പലരുമുണ്ട്, പല മൗലവിമാരുമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഉസ്താദുമാരുമുണ്ട്, പല നേതാക്കന്മാരുമുണ്ട്, നിനക്കെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മനസ്സിനെ മലിനമാക്കാൻ പല വേഷത്തിലും നീളമുള്ള നാവ് നീട്ടിക്കാണിച്ചൊക്കെ ആളുകൾ വരും. ആ ഷഹവാത്തിൽ പെട്ടുപോകാൻ പാടില്ല. ഷഹവാത്തിൽ പെട്ടതാണ് മുഹറമാത്ത്, അള്ളാഹ് നിഷിദ്ധെന്ന് പറഞ്ഞത്. കള്ള്, പലിശ, കൊലപാതകം, കബളിപ്പിക്കൽ, പറ്റിക്കൽ, വഞ്ചിക്കൽ, ഇതൊക്കെ മുഹറമാത്തുകളാണ്. അതിലേക്ക് പോകാൻ പാടില്ല. രണ്ടാമത്തേത് മൻഹിയാത്ത്, അള്ളാഹ് വിരോധിച്ചത്, ചെയ്യരുത്, പറയരുത്, പോകരുത്, നോക്കരുത്, എടുക്കരുത്, ഈ നിരക്ക് വിരോധിച്ച കാര്യങ്ങൾ ഷഹവാത്തിൽപ്പെട്ടതാണ്. ഫവാഹിഷ്, മ്ലേച്ഛതകൾ, വ്യഭിചാരം പോലെയുള്ള വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന നോട്ടങ്ങൾ, കേൾവികൾ, അതുപോലെ തന്നെ ഇടപാടുകൾ, ഇതൊക്കെ സഹോദരങ്ങളെ ഷഹവാത്തിൽപ്പെട്ടതാണ്. മക്രൂഹാത്ത്, വെറുക്കപ്പെട്ട കാര്യങ്ങൾ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പേര് വിളിക്കുക, അയാളെ കളിയാക്കുക, അയാളെ പരിഹസിക്കുക, അയാളെ കുത്തി വേദനിപ്പിക്കുക, ഈ നിലക്കുള്ള കാര്യങ്ങൾ. അതുപോലെ മുബ്തിലാത്ത്, നന്മകളെ പൊളിക്കുന്നത്, തൗഹീദിനെ പൊളിക്കുന്നത്, ഇസ്ലാമിനെ പൊളിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ ഷഹവാത്തുകൾ. ഇത് പലരും പല കളറിൽ, പല രൂപത്തിൽ, പല നിലക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കും. അതിൽ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് കപടന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അഫീ ഖുലൂബിഹിം മറദുൻ, അവരെ മനസ്സിൽ രോഗമാണ്. മറദ് എന്നാണ് ഖുർആന്റെ പ്രയോഗം. ആ മറദ് എന്ന വാക്കിനെ വിശാലമായി പണ്ഡിതന്മാർ വിശദീകരിച്ചു. മഹാനായ ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാഹ്, വളരെ അറിയപ്പെട്ട, ലോകം അംഗീകരിച്ച ആധുനിക മഹാപണ്ഡിതനാണ് ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാഹ്. അദ്ദേഹം സൂറത്തു ബഖറ മുതൽ മറദ് എന്ന പ്രയോഗത്തിന് കൊടുത്ത വിശദീകരണത്തിൽ സഹോദരങ്ങളെ ശുബഹാത്തുകളും ഷഹ്വാത്തുകളും നിറഞ്ഞാടുകയാണ്. ഈ അസുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. അമിർതാബു, അതല്ല, അവർ സംശയം ജനിപ്പിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സംശയം ജനിപ്പിക്കുകയാണോ? ഔ യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലഹു, അല്ലാഹുവും അല്ലാഹുവിൻ്റെ ദൂതരും ഇത്തരം രോഗമുള്ളവരോട്, അസുഖമുള്ളവരോട് അനീതി കാണിക്കുമോ എന്ന പേടിയാണോ? ഖുർആന്റെ ചോദ്യമാണ്. ശേഷം അല്ലാഹു പറഞ്ഞു, ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ, അല്ല, അതൊന്നുമല്ല പ്രശ്നം, അവരന്യായം ചെയ്തവരാണ്, അവർ അക്രമികളായവരാണ്. സഹോദരങ്ങളെ, നമ്മൾ പേടിക്കണം. വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശം കേൾക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനുമുള്ള അവസരങ്ങൾ വേണ്ടുവോളം കിട്ടിയിട്ട് ഈ നിലക്കുള്ള അക്രമങ്ങൾക്ക് കുടപിടിക്കാൻ, തണൽ വിരിക്കാൻ, പരവതാനി വിരിക്കാൻ, സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും അതിൻ്റെ പിന്നാലെ വെറി പിടിച്ചോടാൻ ആരെങ്കിലും തയ്യാറായാൽ അല്ലാഹ് അവരെ പെടുത്തിയത് ഉലൈക ഹുമുൽ ളാലിമൂൻ, അവരക്രമികളാണ്. ഏത് പേരായിട്ടും കാര്യമില്ല, എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര വലിയ സ്ഥാനമുണ്ടായിട്ടും കാര്യമില്ല. ഈ രൂപത്തിലാണോ അവർക്കല്ല കൊടുത്ത പേര്? അതാണ് നമ്മുടെ പ്രാർത്ഥന. എന്താ? റബ്ബന, ഞങ്ങളെ റബ്ബെ എന്നാണ്. എന്താ റബ്ബെ എന്ന വിളിയുടെ അർത്ഥം? എൻ്റെ സിട്ടാവായ, എൻ്റെ നിയന്ത്രകനായ, എൻ്റെ സംരക്ഷകനായ, എൻ്റെ കൈകാര്യകർത്താവായ അല്ലാ എന്നാണ്. നോക്കൂ നിങ്ങൾ, ആ ഒരൊറ്റ നാമത്തിൽ ഇത്ര നാമങ്ങൾ കടന്നു വരികയാണ്. അല്ലാഹു ഖാലിഖാണ്, അല്ലാഹു മാലിക്കാണ്, അല്ലാഹു മുദബ്ബിറാണ്, അല്ലാഹു വക്കീലാണ്. ഈ നാമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന റബ്ബേ എന്ന ആ നാമം വിളിച്ചുകൊണ്ട്
അള്ളാഹുവിനോട് പറയുന്നു, ലാ തുസി ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നിങ്ങൾക്ക് നേർമാർഗമാകുന്ന വെളിച്ചം തന്നിട്ട് നാഥാ, ആ വെളിച്ചത്തെ, ആ സൗഭാഗ്യത്തെ, ആ വിലമതിക്കാനാകാത്ത സമ്മാനത്തെ ഞങ്ങളെ മനസ്സിൽ നിന്ന് ഊരിയെടുത്ത് വലിച്ചെടുത്ത് കൊണ്ടുപോകരുതേ അല്ലാ. ഇതാ പ്രാർത്ഥന. മനസ്സിലായോ? വേറൊന്നുമല്ല, ഈ ഒരൊറ്റ പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ വിടാതെ അധികരിപ്പിച്ചിരുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്, മനസ്സുകളെ മാറ്റിമറിക്കുന്ന, മനസ്സുകളെ കൈകാര്യം ചെയ്യുന്ന അല്ലാഹ്, സബ്ബിത് ഖൽബി സബ്ബിത് ഖുലൂബനാ, എൻ്റെ മനസ്സിനെ, ഞങ്ങളെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുനാഥാ. എവിടെയാണ്? അല്ലാഹുവേ, നിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ ഉറപ്പിച്ച് നിർത്തുനാഥാ. ഈ പ്രാർത്ഥനയാണ് ഏറ്റവും ഗൗരവത്തോടുകൂടി നാം ഓരോരുത്തരും സഹോദരങ്ങളെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനിയോ മൂന്നാമത്തെ കാര്യം, പ്രശ്നങ്ങളിൽ നടുങ്ങുകയോ പരുങ്ങുകയോ അല്ല പരിഹാരം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും എന്തൊരു ദീനാണ്, എന്തൊരു പണ്ഡിതന്മാരാണ്, എല്ലാറ്റിനും ആയത്ത്, എല്ലാറ്റിനും ഹദീസുകൾ, എവിടെ നോക്കിയാലും വലിയ വലിയ പ്രസംഗങ്ങൾ, വലിയ വലിയ എഴുത്തുകാർ. ഇതെപ്പോഴാ തീരുമാനമാകുന്നില്ല. ആ നിലക്കുള്ള പരാതികളും നടുക്കവും പരുങ്ങലും ഒന്നുമല്ല പരിഹാരം. മറിച്ച് കൃത്യമായ ഒരു പരിഹാരം, ആർക്കും മനസ്സിലാകുന്ന, ആർക്കും വായിക്കാവുന്ന, ആർക്കും ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ വിശുദ്ധ ഇസ്ലാം തന്നെ പറഞ്ഞു. പിന്നെന്താ പേടി? ഇസ്ലാം തന്നെ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനുള്ള പരിഹാരം ഇതാണ്. ഇത്ര വലിയ സൗഭാഗ്യം നോക്കൂ നിങ്ങൾ, ഇത്ര വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം വേറെ എന്താണ്? നേരെ മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ്, ഒരു പേടിപ്പെടുത്തൽ മാത്രം. പരിഹാരം എവിടെയുമില്ല. ഖുർആനിലില്ല, ഹദീസുകളിലില്ല, പണ്ഡിതന്മാരുടെ വാക്കുകളില്ല. പരിഹാരം കിട്ടാതെ ആകെ നെട്ടോട്ടമോടുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ ഗതി? പക്ഷേ റഹ്മാനായ, റഊഫായ, വദൂദായ, ലത്തീഫായ നമ്മുടെ റബ്ബ് അതെല്ലാം അറിയിച്ചു, അതിനുള്ള പരിഹാരങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതാണ് നമുക്കുള്ള വലിയ ആശ്വാസം. ആ പരിഹാരങ്ങൾ കേൾക്കുമ്പോൾ ചെയ്പൊത്തി പോകാൻ പറ്റൂല. ഇതാപ്പങ്ങളെ പരിഹാരം എന്ന ഒരു അവഗണനയുടെ മുഖഭാവം പാടില്ല. മറിച്ച് സാഗൂതം കാതോർക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം, മറ്റു തിരക്കുകൾ മാറ്റിവെക്കണം. ഓരോ വാക്കുകളെയും ഓരോ വചനങ്ങളെയും കൃത്യമായി കാതോർക്കണം. എന്നാൽ പ്രശ്നങ്ങൾ മാറിക്കിട്ടും, ഇല്ലെങ്കിലോ മാറിക്കിട്ടൂല. അത്രേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ. നോക്കണം, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ. ആ ഷൈഅ് എന്ന പ്രയോഗത്തിന് അറബി ഭാഷയിൽ ഒരു സ്ഥാനമുണ്ട്. ഷൈഅ് എന്ന വാക്കിന്റെ മുമ്പിൽ അലിഫ് ലാം എന്ന രണ്ടക്ഷരമില്ല. ആ രണ്ടക്ഷരം ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക കാര്യമാണ്. അശ്ശൈഅ് എന്നാണെങ്കിൽ ഇന്ന കാര്യം എന്നവിടെ വ്യക്തമായി. പക്ഷേ അലിഫ് ലാം ഇല്ല. അപ്പൊ എന്താ അർത്ഥം? ഏത് കാര്യവും, ഏത് പ്രശ്നവും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അടിസ്ഥാനമാകട്ടെ അനുബന്ധമാകട്ടെ, ഇത്ര പോന്ന ഒരു മൺതരി വിഷയത്തിലുള്ള കാര്യമാകട്ടെ, ഏത് കാര്യത്തിൽ നിങ്ങൾക്കൊരു ഭിന്നത ഉണ്ടായാൽ, ഒരു സംശയമുണ്ടായാൽ, ഒരാശയക്കുഴപ്പമുണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? കയ്യും കെട്ടി പിന്നിക്ക് തിരിഞ്ഞു പോകുകയല്ല, മുഖം ചുളിക്കല്ല. അവിടെ ചെയ്യേണ്ട പണി ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അതിനെ നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിക വചനങ്ങളിലേക്ക്, അതിലെ ഓരോ സൂറത്തുകളിലേക്ക്, അത് വിശദീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. പിന്നെയോ അള്ളാഹുവിൻ്റെ ദൂതരിലേക്ക് മടങ്ങണം. ദൂതരിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ജാറത്തിൻ്റെയും മഖബറയുടെയും മുന്നിൽ പോയി യാ നബി അല്ലാ, യാ റസൂൽ അല്ലാ, യാ ഹബീബ് അല്ലാ എന്ന് വിളിച്ച് പരിഹാരം വാങ്ങലാണോ? അല്ല. മറിച്ച് ലക്ഷക്കണക്കിന് ഹദീസുകൾ, വിഷയബന്ധിതമായ ഹദീസുകൾ, വിഷയത്തോട് ഒത്തുവരുന്ന ഹദീസുകൾ, വിഷയത്തെ എടുക്കാവുന്ന ഹദീസുകൾ, അത് ധാരാളമായി പരന്നു കിടക്കുകയാണ്. ആ ഹദീസുകൾ പഠിച്ചു മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുമ്പോൾ അതനുസരിച്ചുകൊണ്ട് മാറാൻ തയ്യാറാകണം. നമ്മളെപ്പോഴും അറിയേണ്ടത് അറിവില്ല എന്നാണ്, അറിയൂലാനാണ്. ഒരാള് എനിക്കറിയും എന്ന ഒരു ധാർഷ്ട്യത്തിലേക്ക് വന്നാൽ
അതോടുകൂടി ഇനി അയാളിലേക്ക് ഒന്നും കടക്കുകയില്ല. എന്തേ കാരണം? കിബറെന്ന മഹാതടസ്സം, അഹങ്കാരമെന്ന വല്ലാത്ത രോഗം അയാളെ പിടികൂടിയിരിക്കുന്നു. ഇനി ആര് പറഞ്ഞെടുത്തിട്ടും കാര്യമില്ല. ആ കിബറിനെ അറുത്തു മാറ്റാതെ, അതിനെ എടുത്തു കളയാതെ അയാളിലേക്ക് ഒരായത്തിറങ്ങൂല, ഒരു ഹദീസ് ഇറങ്ങൂല, ഒരു ഇമാമിന്റെ വാക്കും കയറൂല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫസ്അലൂ, നിങ്ങൾ ചോദിക്കണം, അഹ്ലദ്ദിക്ർ, അറിവുള്ളവരോട് ചോദിക്കണം, ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണ്. അറിയാത്ത കാര്യം ചോദിച്ചു പഠിക്കണം. ഡോക്ടറെ അടുത്ത് പോയിട്ട് അസുഖം പറഞ്ഞിട്ട്, ഡോക്ടറെ ഞാൻ ഇതൊക്കെയല്ലേ മരുന്ന് കുടിക്കേണ്ടത് എന്ന് അങ്ങോട്ട് ലിസ്റ്റ് കൊടുത്താൽ എണീറ്റ് പോടാ അവിടുന്ന് പറയും. ഡോക്ടർ ചൂടായി ദേഷ്യപ്പെട്ട് ആട്ടിവിടും. മരുന്ന് കൂടി പറയാനാണെങ്കിൽ എന്തിനാ കയറി വന്നത്? എന്തേ കാരണം? രോഗം മനസ്സിലാക്കി മരുന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഡോക്ടർക്കാണ്. അത് കൃത്യമായി കേൾക്കണം, അത് വാങ്ങണം, കഴിക്കണം. ഇനിയോ ഡോക്ടറൊന്നും വേണ്ട, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോവും, തലവേദനയാണ്, പള്ളവേദനയാണ്, ഊരവേദനയാണ്, ഗുളിക വേണം എന്ന് പറഞ്ഞ് ഗുളിക വാങ്ങും. ഗുളിക കഴിക്കുന്നതോടെ കണ്ണിന്റെ കാഴ്ച പോകുന്നു, കാത് അടയുന്നു, വേദന കൂടുന്നു, വെന്റിലേറ്ററിലാകുന്നു, തീരുമാനമാകുന്നു. എന്തേ? ഒറ്റക്കാണ് മരുന്ന്. ഒരായത്തോതി, ഒരു ഹദീസ് വായിച്ച് ഒറ്റക്കതിൽ നിന്ന് വിധിയെടുക്കാനും കണ്ടെത്താനും ഒരാൾ മുതിർന്നാൽ അയാൾ ചെന്ന് ചാടുന്ന ആഴമേറിയ അപകടത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് അത് കൃത്യമായി ചോദിച്ച് പഠിച്ചോളിയും എന്ന് ഖുർആൻ നമ്മളെ കൽപ്പിച്ചത്. ഈ കൽപ്പനയെ നിറവേറ്റേണ്ടവർ വിശ്വാസികളായ നമ്മളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ ആ പരിഹാരത്തെ പഠിപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഹദീസ്, ഇന്നി ഖദ് തറക്തു ഫീക്കും, ഞാനിതാ നിങ്ങളിലേക്ക് ഒഴിവാക്കിയിരിക്കുന്നു, നിങ്ങളിലേക്ക് വിട്ടിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ. ആ രണ്ട് കാര്യങ്ങളെ ഇനി തസംതും ബിഹി, ആ വിട്ട കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, യഅ്തസമ എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ചേർത്ത്, എനിക്കൊരു ഇസ്മത്ത്, ഒരു സംരക്ഷണം വേണം, എനിക്കൊരു സുരക്ഷിതത്വം വേണം എന്ന മനസ്സോടുകൂടി പിടിച്ചു വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തളില്ലു ഫലൻ തളില്ലു അബദ, ഒരിക്കലും നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്നാണ്. ഒരിക്കലും പഴച്ചു പോകൂല. ഇത് വഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചമ്രം പടിട്ടിരുന്നിട്ട് മുന്നിൽ വന്ന ആൾക്കാരോട് അവിടെ നിന്ന് തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല. ഇത് ശുദ്ധമായ വഹിയാണ്, കളങ്കമില്ലാത്ത വഹിയാണ്, ചതിയും വഞ്ചനയും ഇല്ലാത്ത വഹിയാണ്. അതിൽ വിശ്വസിക്കാൻ സന്നദ്ധതയും വിശ്വാസവും ഇല്ലെങ്കിൽ സഹോദരങ്ങളെ തകർന്ന് തരിപ്പണമാകും, തീരുമാനമാകും. ആ പേടി നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രണ്ട് മരുന്നുകൾക്ക് പ്രയോഗിച്ച വാക്കെന്തറിയോ? കിതാബല്ല, അള്ളാഹിന്റെ കിതാബ്, അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ സംസാരം. പിന്നെയോ വസുന്നത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ഹദീസ് എന്ന് പറഞ്ഞാലും സുന്നത്ത് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. അവിടുന്ന് പറഞ്ഞത്, അവിടുന്ന് പ്രവർത്തിച്ചത്, അവിടുന്ന് അംഗീകരിച്ചത് ഒക്കെ സുന്നത്താണ്, ഹദീസാണ്. സഹോദരങ്ങളെ, ഒരു ചെറിയ വിചാരം കൊണ്ടുപോലും, ഒരു ചെറിയ ആമർശം കൊണ്ടുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് നേരെ കുരക്കുന്ന, പ്രവർത്തനങ്ങൾക്ക് നേരെ ശബ്ദിക്കുന്ന, അംഗീകാരങ്ങൾക്ക് നേരെ ചേർത്ത് ചാടുന്ന അവസ്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വയുസല്ലിമു തസ്ലീമാ, മനസ്സറിഞ്ഞ് കീഴ്പ്പെടണം. ഹറജം മിമ്മാ ഖളൈത്, മനക്ലേശം ഉണ്ടാകരുത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ വാക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഇക്കാലം അത്രയും അവർ അധ്വാനിച്ചത്, അഹോരാത്രം പരിശ്രമിച്ചത് ഈ കാര്യങ്ങൾ സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താനാണ്. അവർക്കും പല തിരക്കുകളുണ്ടായിട്ടുണ്ട്, പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാമിൻ്റെ ജീവിതം അധികവും ജയിൽ ജീവിതമായിരുന്നു. എന്നിട്ടും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പേന ചലിപ്പിക്കാൻ, സംസാരിക്കാൻ, ജീവിതത്തെ മാറ്റിവെക്കാനൊക്കെ അത്തരം മഹാന്മാർക്ക് സാധിച്ചത് അവർ കൃത്യമായി പ്രമാണങ്ങളെ അടുത്തറിഞ്ഞിരുന്നു എന്നതുകൊണ്ടാണ്. ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, ഇദാ ഖുൽനാ അൽ കിതാബ വസ്സുന്ന വൽ ഇജ്മാ, ഖുർആന് സുന്നത്ത് അതനുസരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഐക്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ
ഫമദ്ലൂലു സലാസതി വാഹിദുൻ. ഇതിൻ്റെ എല്ലാം തെളിവെടുക്കൽ ഒന്നാണ്. ഖുർആനും സുന്നത്തും അതനുസരിച്ചു കൊണ്ടുള്ള ഇജ്മാഉം അതെല്ലാം നൽകുന്ന തെളിവ് ഒന്നാണ്. എന്നിട്ടോ ഫഇന്ന കുല്ല മാ ഫിൽ കിതാബി, കിതാബിലുള്ളത് ഖുർആനിലുള്ളത് ഫർറസൂൽ മുവാഫിഖുൽ ലഹു, ഖുർആനിലുള്ള കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോജിച്ചിട്ടുണ്ട്. ഖുർആൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന് യോജിക്കുന്ന, അത് വ്യക്തമാക്കി തരുന്ന വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. വൽ ഉമ്മത്തു മുജ്മിഅത്തുൻ അലൈഹി മിൻ ഹൈസുൽ ജുംല, എല്ലാ നിലക്കും മുസ്ലിം ഉമ്മത്ത് അതിൻ്റെ മേൽ ഐക്യപ്പെട്ടിട്ടുണ്ട്. ഫലൈസ ഫിൽ മുഅ്മിനീന, വിശ്വാസികളിലില്ല, ഇല്ലാ മൻ യൂജിബു ഇത്തിബാഉൽ കിതാബ്, അല്ലാഹുവിൻ്റെ കിതാബ് നിർബന്ധമാകുന്ന, വകദാലിക കുല്ലു മാ സന്നഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പിൻപറ്റാൻ തയ്യാറാകുന്ന ഒരു വിശ്വാസിയിലില്ല എന്നല്ലാതെ ഖുർആൻ അത് പിൻപറ്റാൻ കൽപ്പിച്ചിരിക്കുന്നു. ആ കാര്യത്തിൽ വിശ്വാസികൾ ഐക്യപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്ത് അതിൽ ഐക്യപ്പെട്ടിരിക്കും. ഫഇന്നഹു ലാ യകൂനു ഇല്ലാ ഹഖ്ഖൻ മുവാഫിഖൻ ലിമാ ഫിൽ കിതാബി വസ്സുനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഖുർആനിലും എന്താണോ ഉള്ളത് ആ കാര്യത്തിൽ മാത്രമായിരിക്കും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഐക്യപ്പെടുക എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഇവിടെ ഏറ്റവും അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഖുർആനിലെ ആയത്ത്, അതനുസരിച്ചുള്ള ഹദീസുകൾ, അത് രണ്ടും വെച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങൾ, ഇത് കൃത്യമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുക, സ്വീകരിക്കുക എന്നതാണ് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരം. ആ പരിഹാരം എടുക്കാൻ നമ്മൾ മുന്നോട്ട് വെക്കുന്ന, നമ്മൾ കാണുന്ന തടസ്സങ്ങളല്ലാതെ വേറെന്തള്ളത്? ഭൗതികമായ തടസ്സങ്ങളല്ലാതെ വേറെന്തള്ളത്? മതപരമായ തടസ്സങ്ങളില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ആകെ വിയർത്ത് കുടുങ്ങി ഇനി എന്താണ് എന്ന നിലക്ക് കൈമലർത്തല്ല. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, പ്രതിവിധി നമ്മുടെ മുമ്പിൽ റെഡിയാണ്. ഇനി നോക്കൂ നിങ്ങൾ, അടുത്ത കാര്യം എന്താണ്? മതപരമായ പ്രശ്നങ്ങളോട് മുൻഗാമികളുടെ സമീപനം ഇന്നും തുടരണം. മുൻഗാമികൾക്കൊരു സമീപനമുണ്ട്. അവരും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള കുഴപ്പങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ കുഴപ്പങ്ങൾക്ക് മുമ്പിൽ അവർ കൈക്കൊണ്ട, അവർ എടുത്ത നിലപാട്, അത് കൃത്യമായി തുടരാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് അവരെ മുമ്പിലേക്ക് വന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? മഹാനായ ബുഷൈറുൽ അദ്വി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഒരു കാര്യത്തെ പറ്റി പറയുകയാണ്. ഒരു ഹദീസ് പറഞ്ഞു. ആ ഹദീസ് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്നത്. ആ സമയത്ത് ഫജഅല ഇബ്നു അബ്ബാസ് ലാ യഅ്ദനു ലിഹദീസിഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് പറയാൻ അനുവാദം കൊടുക്കുന്നില്ല. ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടും അനുവാദം കൊടുക്കുന്നില്ല. വലാ യൻദുറു ഇലൈഹി, അദ്ദേഹത്തിലേക്ക് നോക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ബുഷൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇബ്നു അബ്ബാസേ, മാലി, നിങ്ങൾക്ക് എന്താണ്? ലാ അറാക തസ്മഉ ലി ഹദീസി, എൻ്റെ ഹദീസ് നിങ്ങൾ കേൾക്കുന്നില്ല. ഉഹദ്ദിസുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തസ്മഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്, എന്നിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല. ഭയങ്കരമായ നിലക്ക് അദ്ദേഹത്തോട് ചോദിച്ചു. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ കുന്നാ മറത്തൻ, ഒരിക്കൽ ഞങ്ങളായിരുന്നു, ഇദാ സമിഅനാ റജുലൻ യഖൂൽ, ഒരാൾ ഇങ്ങനെ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴേക്ക് ഞങ്ങൾ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് കണ്ണുകൾ പായിക്കുമായിരുന്നു. വാസഗൈനാ ഇലൈഹി ബിആദാനിനാ, ഞങ്ങളെ ചെവികൾ കൊണ്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സമയമുണ്ടായിരുന്നു, സന്ദർഭമുണ്ടായിരുന്നു. ഫലമ്മാ റകിബന്നാസു അസ്സാബ് വദ്ദലൂൽ, എന്നാൽ ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ കുറെ പ്രശ്നങ്ങൾ,
കുറെ കുഴപ്പങ്ങൾ അതുണ്ടായപ്പോൾ ലം യൗഖുദ് മിനൻ നാസ് ഇല്ലാ മാ നഅരിഫ്, ഞങ്ങൾക്ക് അറിയുന്ന, ഞങ്ങൾക്ക് ബോധ്യമുള്ള, ഞങ്ങൾക്ക് ഉറപ്പുള്ളതാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഇതാരാ പറയുന്നത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന്റെ അവസാന കാലഘട്ടമായപ്പോഴേക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തു. മതത്തിന്റെ പേരിൽ പല നിലക്കുള്ള ആശയങ്ങളും പുറത്തു വരാൻ തുടങ്ങി. ആ ആശയങ്ങൾക്ക് നേരെ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്, അവരെങ്ങനെയാണ് നിലപാടെടുത്തത്, അവരെന്തൊരു തീരുമാനമാണ് എടുത്തത്? സഹോദരങ്ങളെ, ആ തീരുമാനമാണ് വിശ്വാസികളായ ആദർശബോധമുള്ള നാം ഓരോരുത്തരും എടുക്കേണ്ടത്. എല്ലാം കേൾക്കുമ്പോഴേക്കും, എല്ലാം കാണുമ്പോഴേക്ക് ചാടി വീണ് അതണ്ട് ഏറ്റെടുത്ത് ഓടുകയല്ല, മറിച്ച് കൃത്യമായ ഒരു ചോദ്യം വേണം. എവിടുന്ന് കിട്ടി, ഏത് കിതാബിൽ നിന്ന്, ആര് വിശദീകരിച്ചു, ഏതായത്ത് എന്ന കൃത്യമായ ഗാംഭീര്യമുള്ള ചോദ്യങ്ങൾ പിഴച്ച ആശയങ്ങൾക്ക് നേരെ, തെറ്റുകൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞു തന്നെയാണ് എല്ലാ ബിദ്അത്തുകളും, എല്ലാ അന്ധവിശ്വാസങ്ങളും, എല്ലാ അനാചാരങ്ങളും. മതം നിഷേധിക്കുന്ന ആളുകളും പറയുന്നു നബി പറഞ്ഞു, അല്ല പറഞ്ഞു, ഇങ്ങനെ തന്നെയാണ്. ഇമാമുമാര് പറഞ്ഞു, അവരും അതന്നെ പറയണത്. പക്ഷേ ആ വ്യത്യാസത്തെ വേർതിരിച്ചു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായൊരു ചോദ്യം. ഉത്തമ തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ സാക്ഷ്യപ്പെടുത്തിയ, അംഗീകരിച്ച ഉത്തമ തലമുറ, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എൻ്റെ തലമുറയാണ് ഉത്തമ തലമുറ, പിന്നെ അവരെ പിൻപറ്റിയവർ, പിന്നെ അവരെ പിൻപറ്റിയവർ, ആ 300 വർഷങ്ങളിൽ ജീവിച്ച ആ ഉത്തമ തലമുറയിൽപ്പെട്ടവർ. അവരെടുത്ത നിലപാട് നമുക്ക് ധാരാളം. അവർ എടുത്ത നിലപാടുകളിൽ നിന്ന് ഇന്നുള്ള ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം എടുക്കുക എന്നത് പ്രയാസമില്ലാത്ത കാര്യമാണ്. പിന്നെ ഖുർആൻ പറഞ്ഞു, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കല്ലാത്ത ഒരു മാർഗം, വിശ്വാസികളുടേതല്ലാത്ത ഒരു മാർഗം സ്വീകരിച്ചാൽ നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞ ഭാഗത്തേക്ക് തിരിച്ചുവിടും. എവിടേക്കാണോ ഇഷ്ടം അവിടേക്ക് അല്ലാഹു തിരിച്ചുവിടും എന്നാണ്. ഈ പേടി നമുക്കുണ്ടാകണം. മഹാനായ താബഈ പണ്ഡിതൻ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ അറിവ് ദീനാണ്, ദുന്യാവല്ല, ഇത് വഹിയാണ്. നമ്മൾ കാണാത്ത വഴിയിലൂടെ വന്നതാണ്, അള്ളാഹുവിൽ നിന്നാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസപ്പെട്ട് മനപ്പാഠമാക്കി തൻ്റെ ജീവിതത്തിൽ വെച്ചതാണ്, പകർന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ഫൻളുറൂ, നിങ്ങൾ ശരിക്ക് നോക്കണം, നന്നായി ആലോചിക്കണം. അമ്മൻ തൗഹുദൂന ദീനക്കും, നിങ്ങളെ ദീനിന്റെ അറിവ്, ആ നിയമങ്ങൾ ആരിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് നന്നായി നോക്കണം. ഒരു ചന്തയിൽ പോയി, ഒരു കടയിൽ പോയി വീട്ടാവശ്യ സാധനങ്ങൾ വാങ്ങുമ്പോൾ തിരിച്ചും മറിച്ചും, വലിച്ചിട്ടും പരത്തിയും നിവർത്തിയും അടച്ചുമൊക്കെ നമ്മൾ നോക്കുന്നു. എന്തിനാണ്? കൊടുക്കുന്ന പൈസ മുതലാകണം, വാങ്ങുന്ന സാധനം മുതലാകണം, ഈട് നിൽക്കണം, ഉപകാരമുണ്ടാകണം. അതല്ലേ നമ്മുടെ ചിന്ത, അതല്ലേ നമ്മുടെ ആഗ്രഹം. സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ, അടുത്ത നിമിഷം നശിക്കുന്ന ദുന്യാവിന്റെ കാര്യത്തിൽ അത്രയും വലിയ കരുതലും ജാഗ്രതയും ഉണ്ടെങ്കിൽ, ശാശ്വതമായ, എന്നേക്കുമുള്ള, അവസാനിക്കാത്ത പരലോകത്തിന്റെ കാര്യത്തിൽ, അതിനെ തീരുമാനിക്കപ്പെടുന്ന വിഷയത്തിൽ എത്ര വലിയ കണിശത വേണം, എത്ര വലിയ പരിശോധന വേണം, എത്ര വലിയ ചോദ്യങ്ങൾ വേണം, എത്ര വലിയ അന്വേഷണങ്ങൾ വേണം. ഒരു സംശയവുമില്ല, അതിന് എന്ത് വില കൊടുക്കാനും നമ്മൾ സന്നദ്ധരാകണം. എന്നിട്ടോ അദ്ദേഹം പറഞ്ഞു, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്, സ്വഹാബത്ത് ഒരു കാര്യം കേട്ടാൽ സനദെവിടെ, പരമ്പരവിടെ എന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ല. എന്തേ കാരണം? സ്വഹാബി കഴിഞ്ഞാൽ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ചെറിയ ഗ്യാപ്പുള്ളൂ, ഒരു ചെറിയ വിടവുള്ളൂ. അതുകൊണ്ട് സനദെവിടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അവരെ കൂടെ ഇരിക്കുന്ന, അവരെ അറിയുന്ന, അവർക്കറിയുന്ന സ്വഹാബത്താണ് പറയുന്നത്. അതുകൊണ്ട് സ്വീകരിച്ചിരുന്നു. ഫലമ്മാ വഖഅത്തിൽ ഫിത്ന, എന്നാൽ ഫിത്ന ഉണ്ടായി, കുഴപ്പങ്ങൾ ഉണ്ടായി. ഖവാരിജ് പുറത്തു വന്നു, ഖദരിയാക്കൾ പുറത്തു വന്നു, ഷിയാക്കൾ പുറത്തു വന്നു, പല നിലക്കുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഖാലു, ഒരു കാര്യം കേൾക്കുമ്പോൾ അവർ ചോദിക്കും, സമ്മൂലനാ റിജാലക്കും, ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? പറയൂ,
ആ പറഞ്ഞ ആളുടെ പേര് പറയൂ. അത് കൃത്യമായി ചോദിക്കും. എന്നിട്ടോ അഹ്ലുസുന്നയുടെ വാക്കാണോ, സ്വഹാബത്തിൽ നിന്ന് വന്നതാണോ, സ്വഹാബത്തിന്റെ നിലപാടാണോ എങ്കിൽ എടുക്കും. സ്വഹാബത്തിന്റെ അല്ലെങ്കിലോ, ആ നിലപാടല്ലെങ്കിലോ, അഹ്ലുസുന്ന അല്ലെങ്കിലോ അവരൊഴിവാക്കും, അവർ വെടിയും. ഇതാണ് സഹോദരങ്ങളെ വിശ്വാസികൾക്ക് ആദർശത്തിന്റെ മുമ്പിൽ ഉണ്ടാകേണ്ട നിലപാട്. ഇതാണ് കാണിച്ചത്, ഇതാണ്. അല്ലാതെ ഒന്നിന്റെ വലിപ്പം കണ്ടിട്ടുമല്ല, ഒരു ബിൽഡിങ്ങിന്റെ വലിപ്പവും സീലിന്റെ വലിപ്പവും ലെറ്റർ പേഡിന്റെ വെളുപ്പൊന്നും കണ്ടിട്ടല്ല, ആരെ വേഷവും നോക്കിയിട്ടല്ല, ഭൗതിക സൗകര്യങ്ങളും സംവിധാനങ്ങളും നോക്കിയിട്ടല്ല, രാഷ്ട്രീയ മേൽക്കോയ്മ നോക്കിയിട്ടല്ല, വരുമാനം നോക്കിയിട്ടല്ല. നമ്മളൊക്കെ ആദർശത്തിൽ കൃത്യമായ നിലപാടെടുത്തത് ഒരു നൂറ്റാണ്ടുകാലം പണ്ഡിതന്മാർ സൂക്ഷിച്ച സംരക്ഷിച്ച ആദർശത്തിന്റെ ആ ചെങ്ങല കണ്ണിമുറിയാതെ അത് ഏറ്റുപിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് ഈ ഒറ്റ പേടി കൊണ്ടാണ്. ഇത് ദീനാണ്, ദീനോട് കളിക്കാൻ പറ്റില്ല. ആര് കളിച്ചാലും അവരോട് ശബ്ദിക്കാനും പ്രതികരിക്കാനും പ്രമാണങ്ങൾ കൊണ്ട് നമുക്ക് ധൈര്യവും അതുപോലെ തന്നെ ഉറപ്പുമുള്ളത് ഈ ഉറച്ച നിലപാട് കൊണ്ടാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഖവാരിജുകളാണ് ലോകത്ത് ഉണ്ടായ വലിയ പ്രശ്നക്കാർ. ആ ഖവാരിജുകൾ വന്നപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ആദ്യ സംവാദം നടത്തി. ഖവാരിജുകളുമായി സംവാദം നടത്തി. 2000-ഓളം ഖവാരിജുകൾ ആ പിഴച്ച ആശയം ഒഴിവാക്കി, ആ തെറ്റ് വെടിഞ്ഞ് ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്ന ചരിത്രം ഇന്നും കാണാൻ സാധിക്കും. ഖവാരിജുകളെ പരാജയപ്പെടുത്തി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഖവാരിജുകൾ മദീന പള്ളിയിൽ വന്നപ്പോൾ അവിടെ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ ക്ലാസ് നടക്കുകയാണ്, ദർസ് നടക്കുകയാണ്. ആ ക്ലാസ്സിൽ അവർ പങ്കെടുത്തു. അവർ ശരിയെന്ന് കരുതി സ്വീകരിച്ച ആശയം തെറ്റാണെന്ന് മനസ്സിലാക്കി അതൊഴിവാക്കാൻ, അത് ഊരി വലിച്ചെറിയാൻ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ ചരിത്രം പ്രമാണ ബലമുണ്ടെങ്കിൽ നമുക്ക് ആവർത്തിക്കാം. ഖുറാഫത്തുകളെ തകർക്കാം, അന്ധവിശ്വാസങ്ങളെ എല്ലാ നിലക്കും വെടിയാൻ സമൂഹത്തോട് പറയാം. പ്രമാണ നിഷേധം, ആയത്തുകളെ നിഷേധിക്കൽ, ഹദീസുകളെ നിഷേധിക്കൽ, ഹദീസുകളെ പരിഹസിക്കൽ, സ്വഹാബികളെ കൊച്ചാക്കൽ, പണ്ഡിതന്മാരെ ഇകഴ്ത്തൽ, ഇതൊക്കെ നമുക്കില്ലാതെയാക്കാം. എന്ത് മതി? ഈ കണിശത മതി. ഖദരിയാക്കൾ പുറത്തു വന്നു. ഖദരിയാക്കൾ മഅബദുൽ ജുഹനി എന്ന് പറയുന്ന മനുഷ്യനിലൂടെ അള്ളാഹുവിന്റെ വിധിയെ നിഷേധിക്കുന്നവർ പുറത്തു വന്നു. ആ കാലഘട്ടത്തിൽ ആരൊക്കെയാണ് സ്വഹാബത്ത്? അബ്ദുല്ലാഹിബിൻ ഉമർ, ജാബിർ ബിൻ അബ്ദില്ല, അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇത്രയും സ്വഹാബത്തുള്ള കാലമാണ്. അവരെന്താ പറഞ്ഞത്? മഅബദിന്റെ ആശയം ഉഷാറാണ്, നല്ല ആശയമാണ്, നമുക്ക് സ്വീകരിക്കാം, നമുക്ക് പുൽകാമെന്നാണോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഅബദുൽ ജുഹനിയോടും അവന്റെ വക്താക്കളോടും പറയുക, ഇബ്നു ഉമർ അതിൽ നിന്ന് മുക്തനാണ്, വിട്ടുനിൽക്കുന്നവനാണ്, അതുമായി ബന്ധമില്ല. അവരെങ്ങാനും എന്ത് ചെയ്താലും അതൊരിക്കലും തന്നെ അള്ളാഹു സ്വീകരിക്കൂല. ഉഹുദ് മലയോളം അവർ ചെയ്താൽ പോലും അള്ളാഹു സ്വീകരിക്കൂല എന്ന് കർശനമായി ഗൗരവത്തിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, സമാനമായ വാദങ്ങളോട് പ്രതികരിക്കാൻ നമുക്ക് ചങ്കുറപ്പുണ്ടാകണം. അതാണ് നമ്മുടെ ആദർശ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ പ്രശ്നം അറിയിച്ചു കൊടുക്കുന്നത് ആരാ? 2 താബിഈങ്ങളാണ്, യഹ്യ ബിൻ യഅ്മർ, അതുപോലെ തന്നെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ. ആ 2 താബിഈങ്ങൾ ബസറയിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോ പ്രശ്നമായി, നമുക്ക് മിണ്ടാതിരിക്കാം, ഒന്നും പറയണ്ട, എന്തോ ആയിക്കോട്ടെ എന്നല്ല, ആ പ്രശ്നത്തെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു, പരിഹാരം വാങ്ങി, അതിവിടെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇക്കാലമത്രയും ഖദരിയാക്കൾ വിജയം കൊയ്യാതെ പരാജയപ്പെട്ട ഒരു സമയമാണ് എവിടെയും നമ്മൾ കാണുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ല, ഇമാം മുസ്ലിം റഹിമഹുല്ല അവരെ ഗ്രന്ഥങ്ങളിൽ ഖദർ നിഷേധത്തെ പൊളിക്കാൻ ആവശ്യമായ തെളിവുകൾ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ കിതാബുകൾ കൈകാര്യം ചെയ്തത്. എത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു! അഹ്ലുസുന്ന വൽ ജമാഅ അതിൻ്റെ പണ്ഡിതന്മാർ വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലെല്ലാം ആ നിലപാട് കൃത്യമായി പറഞ്ഞു പോന്നു. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ആദർശം നമുക്ക് നൽകിയ ഒരു വല്ലാത്ത മഹത്വമാണ്, ഒരു വല്ലാത്ത വിലയാണ്, ഒരു വല്ലാത്ത അനുഗ്രഹമാണ്. ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരു കാര്യം. പണ്ഡിതന്മാരായിട്ടുള്ളവരും പ്രബോധകരായിട്ടുള്ളവരും
ഈ ആദർശത്തിന്റെ തിരിയുമായി ഇതിന്റെ വെളിച്ചവുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട അതിഗുരുതരമായ നിലക്ക് ഖുർആൻ താക്കീത് തന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പരിഗണിച്ചില്ല എങ്കിൽ പണ്ഡിതന്മാർ നീതിയോടെ അവരെ കാര്യം നിർവഹിക്കുകയില്ല. പ്രബോധകന്മാർ നീതിയോടെ ആ കാര്യത്തിൽ മുഴുകുകയില്ല. എന്തുകൊണ്ട്? ഈ പ്രശ്നങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കും. ആ പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കും. ആ പ്രശ്നങ്ങളാകുന്ന ചുഴിയിൽപ്പെട്ട് പലരോടും പലതും പറയാൻ കഴിയാതെ അവർ വിറക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇതൊരിക്കലും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പാരമ്പര്യത്തിൽ കാണുകയില്ല. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം ഖുർആൻ പറഞ്ഞു, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്. സമൂഹത്തിൽ ഇടപെടുന്ന മുസ്ലിയാക്കന്മാർ, പുരോഹിതന്മാർ, പണ്ഡിത വേഷധാരികൾ എത്രയെത്ര ആയത്തുകൾ ഓതി, എത്രയെത്ര ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ച് ജാറങ്ങളിലേക്ക്, മഖ്ബറകളിലേക്ക് ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നു. ദുർബലവും നിർമ്മിതവുമായ വാക്കുകൾ പറഞ്ഞ്, സ്വപ്ന കഥകൾ പറഞ്ഞ്, കള്ളക്കഥകൾ പറഞ്ഞ് ശിർക്കിന്റെ വഴിയിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നു. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ. ബാത്തിലുമായി ഹക്കിനെ കൂട്ടിക്കുഴക്കരുത്. രണ്ടാമത്തെ കാര്യം വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട് സത്യം മൂടിവെക്കരുത്. അറിഞ്ഞുകൊണ്ട് മൂടിവെക്കരുത്. ആയത്തിലുള്ള കാര്യം വ്യക്തമാണ്, ഹദീസിലുള്ള കാര്യം വ്യക്തമാണ്, അയിമ്മത്തിന്റെ വാക്കുകളിലുള്ള കാര്യം വ്യക്തമാണ്. മൂടിവെക്കരുത്, മറച്ചു വെക്കരുത്, പൂഴ്ത്തി വെക്കരുത്. അത് വഞ്ചനയാണ്, അത് കബളിപ്പിക്കലാണ്, അത് പറ്റിക്കലാണ്. ഇത് ഖുർആൻ ഗൗരവത്തിൽ തനതാക്കിയതാണ്. ഇത് പണ്ഡിതനും ബാധകമാണ്, പ്രബോധകനും ബാധകമാണ്. മൂന്നാമത്തെ കാര്യം യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മനസ്സറിഞ്ഞ് നന്നായി അധ്വാനിക്കണം, കഠിനാധ്വാനം ചെയ്യണം, വിയർപ്പൊഴുക്കണം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി. എന്നിട്ട് പറഞ്ഞു വലാ യഖാഫൂന ലൗമത ലായിം. ആക്ഷേപിക്കുന്നവന്റെ, കണ്ണുരുട്ടി പേടിപ്പിക്കുന്നവന്റെ, ഭീഷണി മുഴക്കി പേടിപ്പിക്കുന്നവന്റെ വാക്കുകൾക്ക് മുമ്പിൽ, പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ തല താഴ്ത്തി പരാജയം സമ്മതിച്ച് പിന്മാറിപ്പോകേണ്ടവനല്ല ഒരു പണ്ഡിതൻ, ഒരു പ്രബോധകൻ. അങ്ങനെയല്ല എന്നാണ്. ഇതാരാ പറയുന്നത്? ലോകത്തിന്റെ റബ്ബാണ്. എല്ലാം അറിയുന്ന, നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, നടക്കാത്ത കാര്യങ്ങളെപ്പറ്റി, നടക്കാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി സൂക്ഷ്മമായി മുന്നറിവുള്ള അല്ല പറയുന്നു വലാ യഖാഫൂന ലൗമത ലായിം. പല ആളുകൾക്കും പേടിയാണ്. അത് പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും? എന്തേ ആളുകൾ വിചാരിക്കുന്ന അറിവ് അല്ലാഹ്ക്കില്ലേ? അത് പറഞ്ഞാൽ പ്രമാണിമാരെന്ത് കരുതും എന്ന അറിവ് അല്ലാഹ്ക്കില്ലേ? പിന്നെ എന്തിനാ ഖുർആനിൽ അത് വന്നത്? എന്തിനാ ഹദീസിൽ വന്നത്? ഇക്കാലം അത്രയുമുള്ള പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ ആ വിഷയം കൈകാര്യം ചെയ്തു. എന്തിന്? അത് മറ്റൊന്നിനുമല്ല, ആ പേടി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഈ കാര്യങ്ങളെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും നാം സന്നദ്ധരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിച്ചവർ എന്ന് പരിചയപ്പെടുത്തിയ വിഭാഗം, അതിനല്ല കൊടുത്ത പേര് ഉമ്മത്ത് എന്നാണ്. വൽതകും മിൻകും ഉമ്മ. നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടാകട്ടെ. ആ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു സംഘമാണ്. എല്ലാ കാലത്തും അതുണ്ടാകും. പല നാടുകളിലുണ്ടാകും, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ടാകും. അവരെല്ലാം ഒന്നിക്കുമ്പോൾ ഒരു വലിയ സമൂഹമാണ്. അവരൊറ്റക്കൊറ്റക്കാകുമ്പോൾ കൊച്ചു കൊച്ചു സംഘങ്ങളാണ്, എണ്ണിയെടുക്കാവുന്ന ആളുകളാണ്. ആ ആളുകളിൽ, ആ സംഘത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. സത്യത്തിനു വേണ്ടി തെളിഞ്ഞു നിൽക്കുന്ന, ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു കൊച്ചു സംഘം ലോകം അവസാനിക്കുന്നത് വരെ, ഹത്താ യഅതി അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. അത് കൃത്യമായി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ അതനുസരിച്ചുകൊണ്ട് സത്യത്തിൻ്റെ ഭാഗം നിന്നുകൊണ്ട് അതിൻ്റെ വക്താക്കളായി മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.